എന്താ എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ടാ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു ഭക്തിസാന്ദ്രമായ ഒരു വീഡിയോ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഈ ഒരു ജവ്വാദ് എന്ന് പറയുന്ന ഒരു പൗഡറാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീടുകളിലും പൂജാമുറികളിലൊക്കെ ദൈവികമായിട്ടുള്ള ഒരു മണം നൽകണ ഒരു പൗഡറാണ് കേട്ടോ ഇത്. ഇതിനെക്കുറിച്ചിട്ട് അറിയാവുന്നവർ കുറേ പേരുണ്ടായിരിക്കും, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. വളരെ ചെറിയൊരു ഡപ്പിയാണ് കേട്ടോ അത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു നുള്ള് പൗഡർ ഇട്ടാൽ മതി, നമുക്കൊരു അടിപൊളി മണമാണ് കേട്ടോ അതിനുണ്ടാവുക. നമ്മുടെ വീട്ടിൽ ശരിക്കും അമ്പലത്തിൽ പോയാലുള്ള ഒരു മണമാണ് കേട്ടോ ഉണ്ടാവുക ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ. എനിക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും കൂടി തരണേ. ഈ ഒരു പൗഡർ എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ. മാത്രമല്ല പൂജാ സ്റ്റോറുകളിലും ഇത് വാങ്ങാൻ കിട്ടും. ഈ പാക്കറ്റിലുള്ളതേ ഈ ജവ്വാദ് പൗഡറില്ലേ അതിൻ്റെ തന്നെ അത്തറും കൂടി ഇറങ്ങുന്നുണ്ട്. ഇതിന് 100 എത്രയോ ചില്ലറയായിരുന്നു റേറ്റ് വന്നത്. പക്ഷേ ഇതിനും നല്ല ജവ്വാദിൻ്റെ അതേ മണമാണ് കേട്ടോ വരുന്നത്. പൗഡറിനേക്കാളും കുറച്ചും കൂടി കുത്തണ പോലത്തെ ഒരു മണമാണ് ഇതിൻ്റെ. അത് തലവേദന ഉള്ളവർക്കൊന്നും പറ്റും തോന്നണില്ല. ഇനി ഈ ജവ്വാദ് പൗഡറേ നമ്മൾ വീടുകളിൽ എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഞങ്ങൾ ഉപയോഗിക്കുന്നത് വിളക്ക് കാട്ടണ സമയത്ത് എണ്ണ നമ്മൾ ഒഴിക്കുമല്ലോ വിളക്കിൽ, അതിൽ ഒരു നുള്ള് ഈ ജവ്വാദിൻ്റെ പൗഡർ ഇടും. അതുപോലെ തന്നെ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടും വിളക്ക് കാണിക്കാറുണ്ട്. അപ്പോൾ ആ നെയ്യിലും നമ്മൾ ഒരു നുള്ള് ഈ ജവ്വാദിൻ്റെ പൗഡർ ഇടും. എന്നിട്ട് നമ്മൾ വിളക്ക് കാണിക്കണ സമയത്ത് ഇത് കത്തിക്കുമ്പോൾ ഉണ്ടാവണ ഒരു സ്മെല്ല് എന്ന് പറയണത് ശരിക്കും ഈ നെയ്യോ അല്ലെങ്കിൽ ഈ എണ്ണയോ ചൂടാവുമ്പോൾ ഉണ്ടാവണ ആ ഒരു മണം ഉണ്ടല്ലോ, അത് ഈ ജവ്വാദ് പൗഡറിൽ ആ ചൂടായതും കൂടി മിക്സായിട്ട് ശരിക്കും ഒരു അടിപൊളി മണമാണ് കേട്ടോ വീട് മൊത്തം ഉണ്ടാവുക. പിന്നെ ഞാൻ ചെയ്യണ ഒരു കാര്യമാണ് കേട്ടോ, ഒരു ചെറിയൊരു ഉരുളിയിൽ ഒരു നുള്ളി ഈ ജവ്വാദിൻ്റെ പൗഡറും പിന്നെ പച്ചക്കർപ്പൂരം ഉണ്ടെങ്കിൽ അതും പൊടിച്ചിട്ട് ഇടുക. അതിന് ശേഷം അതിൽ നമ്മുടെ വീട്ടിലുള്ള ഫ്ലവേഴ്സ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്തിട്ട് നമുക്കത് ഹോളിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നമ്മളത് വെക്കുകയാണ് വെച്ചെങ്കിൽ നമുക്ക് ഒരു എയർ ഫ്രഷ്നറിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. അത്രയ്ക്ക് നല്ല സ്മെല്ലാണ് കേട്ടോ ആ ഹോള് മുഴുവൻ ഉണ്ടാവുക. മാത്രമല്ല ഒരു പോസിറ്റീവ് എനർജി കൂടി വീട്ടിലുണ്ടാവും. ഈ ദൃഷ്ടിദോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണത്. പിന്നെ നമ്മൾ രാവിലെ കുളിച്ച് കുറിയൊക്കെ തൊടുമല്ലോ, അതിൽ ഒരു നുള്ള് ഈ ജവ്വാദിൻ്റെ പൗഡർ ചേർത്ത് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ നമ്മൾ തൊടണ ആ കുറിക്ക് നല്ല ഒരു മണമാണ് കേട്ടോ ഉണ്ടാവുക. നമ്മൾ ചന്ദനം നെറ്റിയിൽ മാത്രമല്ല ആണുങ്ങളൊക്കെ ആണെങ്കിൽ കയ്യിൻ്റെ മുകളിലും നെഞ്ഞത്തും ഒക്കെ ഇടുമല്ലോ, അതിനൊരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ ഉണ്ടാവുക. ഇനി വെള്ളത്തിൽ ഒരു നുള്ള് ജവ്വാദിൻ്റെ പൗഡർ ഇട്ടിട്ട് കുറച്ച് പനിനീരിൻ്റെയും കൂടിയിട്ട് ഒഴിക്കാതിരിക്കുക. അതിന് ശേഷം ആ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഭഗവാന്റെ രൂപത്തിനെ തുടയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമ്മൾ സ്വാമി മുറികളിൽ വെക്കണ ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തുടയ്ക്കാനായിട്ടും ഈ ഒരു വെള്ളം ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പൂജാമുറിയൊക്കെ തുടയ്ക്കണ വെള്ളം ഉണ്ടല്ലോ, ആ ഒരു വെള്ളത്തിൽ ഒരു നുള്ള് ജവ്വാദിൻ്റെ പൗഡർ ഇട്ടതിന് ശേഷം ഒരു തുണി മുക്കിയിട്ട് നമ്മൾ പൂജാമുറി തുടയ്ക്കുകയാണെന്ന് വെച്ചെങ്കിൽ പൂജാമുറിയുടെ ഉൾഭാഗം ഫുള്ള് നമ്മൾ അമ്പലത്തിൽ ചെന്നാലുള്ള ആ ഒരു സ്മെല്ലും ആ ഒരു ഫീലുമാണ് കേട്ടോ ഉണ്ടായിരിക്കുക. നമ്മളെല്ലാ വീടുകളിലും സ്വാമി മുറികളിലെ ഭസ്മവും സിന്ദൂരവും അതുപോലെ മഞ്ഞപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കണതല്ലേ. അപ്പോൾ അതിലൊക്കെ ഒരേ നുള്ള് ഈ ജവ്വാദിൻ്റെ പൗഡർ ഇട്ടതിന് ശേഷം നമുക്ക് ആ ഒരു പൊടി ഉപയോഗിച്ച് നമ്മൾ സ്വാമി ഫോട്ടോകളിൽ കുറി തൊട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ വിളക്കിൻ്റെ മുകളിൽ നമ്മൾ ലക്ഷ്മി വിളക്കൊക്കെ ഉണ്ടെച്ചെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മൾ ഈ മിക്സ് ചെയ്തിട്ടുള്ള ചന്ദനം അതേപോലെ സിന്ദൂരം
ഭസ്മം അതൊക്കെ തൊട്ട് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അടുത്തൊരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ടിഷ്യൂ പേപ്പറുകൾ ഉണ്ടാവുമല്ലോ. ആ ടിഷ്യൂ പേപ്പറിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഓരോ നുള്ള് ഈ ജവാദ് പൗഡർ ഇട്ടതിന് ശേഷം അതുകൊണ്ട് നമുക്ക് കുറേ ഉപയോഗങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ കബോർഡുകളുടെ ഉള്ളിൽ നമ്മൾ സാരികൾ, പട്ട് സാരികൾ അങ്ങനത്തെയൊക്കെ എടുത്ത് വെക്കുമ്പോൾ ഒരു മണം ഉണ്ടാവാറുണ്ട് സാധാരണയായിട്ട്. അത് സാരി ബാഗിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു ജവാദിൻ്റെ പൗഡറിൻ്റെ പാക്കറ്റ് ഇടുകയാണെന്ന് വെച്ചെങ്കിൽ ആ ഒരു ചീത്ത സ്മെല്ല് ഒഴിവായി കിട്ടും. നമ്മൾ ഡെയിലി യൂസ് ചെയ്യണ ഈ ഹാൻഡ് ബാഗൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതിൻ്റെ ഒരു പാക്കറ്റ് ഇടുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ ഹാൻഡ് ബാഗിൻ്റെ ഉള്ളിൽ നല്ലൊരു അടിപൊളി മണമാണ് കേട്ടോ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. പിന്നെ ഒരു ലൈക്കും കൂടി തരണേ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.